നമ്മുടെ രണ്ടാമത്തെ ഫാമിലി സോളനേസി. സോളനേസി എന്ന് പറയുന്ന ഫാമിലിയുടെ പ്രത്യേകത, വലിയൊരു ഫാമിലിയാണ് സോളനേസി എന്ന് പറയുന്നത്. ഈ ഫാമിലിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്പറാണ് പൊട്ടറ്റോ. അതുകൊണ്ട് ഫാമിലിനെ പൊട്ടറ്റോ ഫാമിലി എന്ന് വിളിക്കും. നമ്മുടെ ഫാബേസിനെ വിളിച്ച പേര് പി ഫാമിലി എന്നാണ്. അതേപോലെ നമ്മുടെ സോളനേസി എന്ന് പറയുന്ന ഫാമിലിനെ വിളിക്കുന്ന പേര് പൊട്ടറ്റോ ഫാമിലി. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വരുന്ന മറ്റൊരു മെമ്പറാണ് നമ്മുടെ ചില്ലി. ഓക്കെ, അതുകൊണ്ട് ചില്ലി ഫാമിലി എന്നും പറയാറുണ്ട് മെമ്പറിനെ. ഓക്കെ അല്ലേ? അപ്പോൾ പൊട്ടറ്റോ ഫാമിലി അല്ലെങ്കിൽ ചില്ലി ഫാമിലി എന്ന് പറയും. അതിൽ ചില്ലി ഫാമിലി നമുക്ക് പഠിക്കാനില്ല, പഠിക്കേണ്ടത് പൊട്ടറ്റോ ഫാമിലി. ഓർത്ത് നോക്കാം, ചില്ലി ഫാമിലി എന്നും കൂടി വിളിക്കാറുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഫാമിലിയുടെ ക്യാരക്ടർ പറയുന്നു. ഫസ്റ്റ് പറയേണ്ടത് ഹാബിറ്ററ്റ്. ഓക്കെ, വലിയ ഫാമിലിയാണ് അല്ലേ, ലാർജ് ഫാമിലിയാണ്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ കാണുന്നത് ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാവും, സബ് ട്രോപ്പിക്കൽ റീജിയനിൽ ഉണ്ടാവും, ടെമ്പറേറ്റ് റീജിയനിൽ ഉണ്ടാവും. മീൻസ് ഓൾ ഓവർ ദ വേൾഡ്. ഓക്കെ, കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയേണ്ടത്. നമ്മൾ പറയുന്നത് they are seen in tropical, subtropical and even temperate regions. പിന്നെ പറയേണ്ടത് ഹാബിറ്റ് ആണ് അല്ലേ. ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർ, മിക്കവാറും ആൾക്കാർ ഹെർബേഷ്യസ് പ്ലാന്റ് ആണ്, മിക്കവാറും ആൾക്കാർ shrubby പ്ലാന്റ് ആണ്, some are herbs and some are small trees. വലിയ ട്രീസ് ഒന്നും ഈ ഗ്രൂപ്പിനകത്ത് ഇല്ല. ഓക്കെ, ചെറിയ ചെറിയ മരങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹെർബാണ്, ഷ്രബാണ്, സ്മോൾ ട്രീസ് ആണ്. ഇതൊക്കെയാണ് ഇവരുടെ ഹാബിറ്റ്. പിന്നെ പറയേണ്ടത് വെജിറ്റേറ്റീവ് ക്യാരക്ടർ. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് തന്നെയാ റൂട്ട്. റൂട്ടിന്റെ പ്രത്യേകത ടാപ്പ് റൂട്ട് ആണ്, വെൽ ഡെവലപ്ഡ് റൂട്ട് സിസ്റ്റം ആണ്. ഓക്കെ, പിന്നെ പറയേണ്ടത് സ്റ്റെമ്മിന്റെ ക്യാരക്ടർ ആണ്. സ്റ്റെമ്മിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ സ്റ്റെം ഇറക്റ്റ് ആണ്, സിലിണ്ടറിക്കൽ ആണ്, ഹോളോ ആണ്, ചിലതിനകത്ത് ഗ്ലാബ്രസ് ആണ്, മീൻ നല്ല ഷൈനിങ് ആയിട്ടുള്ള ലീവ്സ് ആണ്, ഹെയർസ് ഉണ്ട്. ഇതൊക്കെയാണ് സ്റ്റെമ്മിന്റെ ക്യാരക്ടർ. ഓക്കെ, പറഞ്ഞത് ഇറക്റ്റ് ആണ്, സ്റ്റെം ഇറക്റ്റ് ആണ്, അതേപോലെ സിലിണ്ടറിക്കൽ ആണ്, ഹോളോ ആണ്, കാവിറ്റി ഉള്ള ടൈപ്പ് ആണ്, ഗ്ലാബ്രസ് ആണ് ചില പ്ലാന്റില്, ഗ്ലാബ്രസ്. ഇതൊക്കെയാണ് സ്റ്റെമ്മിന്റെ ക്യാരക്ടർ. ആൻഡ് ലീഫിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അടുത്ത പാട്ട് ലീഫാണ്. ലീഫിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഇതും ഫാമിലി ഡൈക്കോട്ട ഫാമിലി ആണ്. അതുകൊണ്ട് ലീഫ് എന്ന് പറയുന്നത് റെട്ടിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ഫാമിലിയുടെ ക്യാരക്ടർ, ഡൈക്കോട്ടിന്റെ ക്യാരക്ടറാണ്. അതുകൊണ്ട് പിന്നെ മറക്കാതെ പറയാൻ വേണ്ടി പറ്റും. റെട്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. ലീഫ് സിമ്പിൾ ആണ്. ചിലതിൽ റയറായിട്ട് കോമ്പൗണ്ട് ലീഫും കാണാറുണ്ട്, സിമ്പിൾ ഓർ കോമ്പൗണ്ട്. സ്റ്റിപ്പിൾ ഉണ്ടാവില്ല ഗ്രൂപ്പിനകത്ത്, മെമ്പറിനകത്ത് സ്റ്റിപ്യൂൾ ഇല്ല. മീൻസ് എക്സ്റ്റിപ്പുലേറ്റ് ആണ് ലീഫിന്റെ ക്യാരക്ടർ. ഓൾട്ടർനേറ്റ് ആണ് ഫിലോടാക്സി ആണ്. ഇതൊക്കെയാണ് ലീഫിന്റെ ക്യാരക്ടർ. റൂട്ടിന്റെ ക്യാരക്ടർ പറഞ്ഞു, സ്റ്റെമ്മിന്റെ ക്യാരക്ടർ പറഞ്ഞു, ലീഫിന്റെ ക്യാരക്ടർ പറഞ്ഞു. പിന്നെ പറയേണ്ടത് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് അല്ലെ. വെജിറ്റേറ്റീവ് ക്യാരക്ടർ കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് ഫ്ലോറൽ ക്യാരക്ടർ ആണ്. ഫ്ലോറൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഇൻഫ്ലോറസെൻസ്. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത സാധാരണ ഇൻഫ്ലോറസെൻസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് കാണും. സിംഗിൾ ആണെങ്കിൽ നമ്മൾ വിളിച്ച പേര് സോളിറ്ററി എന്നല്ലേ. അപ്പൊ സോളിറ്ററി ആവാം, അല്ലെങ്കിൽ റയർലി സൈമോസ് ഇൻഫ്ലോറസെൻസ്. ദെൻ ഫ്ലവറിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഫ്ലവർ ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്.
ബൈസെക്ഷൽ, ആക്ടിനോമോർഫിക്. ഇനി ഫ്ലവറിന്റെ പാർട്സ് ആണ്. ഫസ്റ്റ് പാർട്ട് കാലിക്സ്. കാലിക്സിന്റെ ക്യാരക്ടർ നമ്മൾ പറയുന്നത് ആദ്യം നമ്പർ ഓഫ് സെപ്പൽസ്. ഇവിടെ സെപ്പൽസ് സെപ്പൽ 5. They are fused, that is gamosepalous. Estivation, valvate estivation ആണ്. Valvate estivation. അടുത്ത ക്യാരക്ടർ കൊറോളയുടെ ക്യാരക്ടർ ആണ്. കൊറോള. അടുത്ത പാർട്ട് കൊറോള. കൊറോളയിൽ പറയുന്നത് നമ്പർ ഓഫ് petals 5 ആണ്. They are fused, means gamopetalous. ഫ്രീ ആണെങ്കിൽ പോളിപെറ്റാലസ് എന്ന് വിളിക്കാം. ഇവിടെ ഫ്യൂസ്ഡ് ആണ്, gamopetalous എന്ന് പറയും. Then estivation, valvate estivation ആണ്. valvate ആണ്. ഇത്രയാണ് കൊറോളയുടെ ക്യാരക്ടർ. പിന്നെ പറയേണ്ടത് ആൻഡ്രീഷ്യം. മോളിൽ എഴുതുന്നുണ്ട്. ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടർ. ആൻഡ്രീഷ്യത്തിന് നമ്മൾ പറയേണ്ടത് നമ്പർ ഓഫ് സ്റ്റേമൻ 5. സ്റ്റേമൻസ് 5. 5 സ്റ്റേമൻ ആണുള്ളത്. ഈ 5 സ്റ്റേമൻ ഒറ്റബണ്ടിലാണ് അല്ലേ? 5 ഉള്ളത്, 5 ഒരുമിച്ചാണ്. മീൻസ് ഒരു ബണ്ടിൽ മോണോ അഡൽഫസ്, അല്ലെങ്കിൽ നമ്മൾ പറയും മോണഡൽഫസ് കണ്ടീഷൻ ആണ്. ആന്തർ ഡൈത്തീക്കസ് ആണ്. 2 തീക്കയുണ്ട് ആന്തറിനകത്ത്. മറ്റൊരു പ്രത്യേകത, ഈ സ്റ്റേമൻസ് കൊറോളയുടെ പെറ്റലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. മീൻസ് ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള, അല്ലെങ്കിൽ പറയും സ്റ്റേമൻസ് അറ്റാച്ച്ഡ് വിത്ത് പെറ്റൽസ്. ഇങ്ങനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പറ്റുക. ഇങ്ങനെയുള്ള കണ്ടീഷൻ നമ്മൾ വിളിച്ച പേര് ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള, വിളിച്ച പേര് എപ്പിപെറ്റാലസ്. ഓക്കെ, അപ്പൊ സ്റ്റേമൻ എപ്പിപെറ്റാലസ് ആണ്. ഇതാണ് ഗ്രൂപ്പിലെ മറ്റൊരു പ്രത്യേകത, എപ്പിപെറ്റാലസ് സ്റ്റേമൻ. ഇനി നമ്മൾ പറയുന്ന അടുത്ത ക്യാരക്ടർ ഗൈനീഷ്യമാണ്. ഗൈനീഷ്യത്തിന്റെ പ്രത്യേകത, ഗൈനീഷ്യത്തിൽ കാണുന്നത് നമ്പർ ഓഫ് കാർപ്പൽസ് 2. മീൻസ് ബൈകാർപ്പലറി. 2 കാർപ്പൽസ് ഉണ്ട്. ഈ 2 കാർപ്പല് നമ്മൾ പറഞ്ഞു, കാർപ്പൽസ് 2 ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂസ്ഡ് ആയിരിക്കും അല്ലെ? അപ്പോകാർപ്പസ് അല്ലെങ്കിൽ സിൻകാർപ്പസ്. ഇവിടെ കാണുന്നത് സിൻകാർപ്പസ് കണ്ടീഷൻ. ഓക്കെ, സിൻകാർപ്പസ് ഗൈനീഷ്യം, ബൈകാർപ്പലറി, സിൻകാർപ്പസ്. ഇനി ഓവറിയുടെ പൊസിഷൻ സുപ്പീരിയർ ആണ്. സുപ്പീരിയർ ഓവറി, അല്ലെങ്കിൽ നമ്മൾ പറയും ഹൈപ്പോഗൈനസ്. ഓക്കെ, ഹൈപ്പോഗൈനസ്, സുപ്പീരിയർ ഓവറി. അപ്പൊ ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടർ ബൈകാർപ്പലറി, സിൻകാർപ്പസ്, ഹൈപ്പോഗൈനസ് വിത്ത് മെനി ഓവ്യൂൾസ്. ഇവിടെ നമ്പർ ഓഫ് ഓവ്യൂൾസ് മെനി ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫാമിലിയുടെ ക്യാരക്ടർ. ഓക്കെ, അപ്പൊ ഗൈനീഷ്യം ബൈകാർപ്പലറി ആണ്, സിൻകാർപ്പസ് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. ഇനി ഇതിനകത്ത് കാണുന്ന ഫ്രൂട്ട് വിളിക്കുന്ന പേര് ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ എന്ന് പറയും. ഇങ്ങനെ 2 ടൈപ്പ് ഫ്രൂട്ട്സ് ആണ് കാണുന്നത്, ബെറി ഓർ ക്യാപ്സ്യൂൾ. സീഡിന്റെ പ്രത്യേകത, സീഡ്സ് ഹാവ് എൻഡോസ്പേം, ദാറ്റ് ഈസ് എൻഡോസ്പേമസ് സീഡ്. മെനി സീഡ്സ് ഹാവിങ് എൻഡോസ്പേം. ഇതാണ് ഗ്രൂപ്പിന്റെ സീഡിന്റെ ക്യാരക്ടർ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫാമിലിയുടെ ക്യാരക്ടർ. ഇപ്പൊ നമ്മൾ പറയുന്നു ഫ്ലവറിന്റെ ക്യാരക്ടർ മാത്രം പറയുന്നു. ഇൻഫ്ലോറസെൻസ് സൈമോസ് ഇൻഫ്ലോറസെൻസ് ആണ്, അല്ലെങ്കിൽ സോളിറ്ററി ഫ്ലവേഴ്സ് ആണ്. ഫ്ലവർ ബൈസെക്ഷൽ, ആക്ടിനോമോർഫിക്. കാലിക്സ് having 5 sepals, gamosepalous, valvate estivation. Corolla, petals 5, gamopetalous, valvate estivation. Andrecium, 5 stamens, monadelphous, epipetalous. Gynoecium,
bicarpellary, syncarpous, hypogynous with many ovules. Fruit, berry and capsule. Seed, many seeds with endosperm. Okay, ഇത്രയാണ് നമ്മുടെ ഫാമിലിയുടെ ക്യാരക്ടേഴ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട മക്കളെ, ഇതിനകത്തുള്ള ഫ്ലോറൽ പ്ലാന്റിന്റെ ഫ്ലോറൽ ക്യാരക്ടർ വെച്ചിട്ട് ഫ്ലോറൽ ഫോർമുല കൺസ്ട്രക്ട് ചെയ്യണം അല്ലേ? ഫ്ലോറൽ ഫോർമുല ഇവിടെ എഴുതാവേ. ഫ്ലോറൽ ഫോർമുല. ഫ്ലോറൽ ഫോർമുല നമ്മൾ ആദ്യം പറയേണ്ടത് ഫ്ലവറിന്റെ ക്യാരക്ടർ അല്ലേ? ഫ്ലവറിന്റെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞത് ബൈസെക്ഷൽ ആണ്. അപ്പൊ നമ്മൾ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യും, ബൈസെക്ഷൽ. ആക്ടിനോമോർഫിക് ആണ്, അപ്പൊ നമ്മളിത് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, തിരിച്ചാണ് ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയും കാണാൻ വേണ്ടി പറ്റും. ആക്ടിനോമോർഫിക്, ബൈസെക്ഷൽ രണ്ടായാലും കണക്ക് തന്നെയാണ് കേട്ടോ. ഇത് പറയുന്നത് കാലക്സിന്റെ ക്യാരക്ടർ ആണ്. കാലക്സ് റെപ്രസെന്റ് ചെയ്തത് K, നമ്പർ ഓഫ് സെപ്പൽസ് 5, അറേഞ്ച്മെന്റ് ഗാമോസെപ്പാലസ്, ഫ്യൂസ്ഡ് ആണ്. എസ്റ്റിമേഷൻ കാണിക്കാൻ വേണ്ടി പറ്റില്ല, അപ്പൊ കഴിഞ്ഞു. കാലിക്സ്, 5 സെപ്പൽസ്, ഗാമോസെപ്പാലസ്. ഇനി പറയേണ്ടത് കൊറോളയുടെ ക്യാരക്ടർ ആണ്. കൊറോളയുടെ ക്യാരക്ടർ പെറ്റൽസ് 5, ഗാമോ പെറ്റാലസ്. എസ്റ്റിമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെയുള്ളത് ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടർ ആണ് അല്ലെ? ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടർ സ്റ്റേമെൻസ് 5, മോണോ അഡൽഫസ്, ഒറ്റ ബണ്ടിലാണ്, അപ്പോൾ 5 എന്ന് മാത്രം എഴുതിയാൽ മതി. എപ്പിപെറ്റാലസ് മീൻസ് ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള. എപ്പിപെറ്റാലസ്. ദെൻ ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടർ ആണ്. ഗൈനീഷ്യത്തിന്റെ നമ്പർ ഓഫ് കാർപ്പൽസ് 2 അല്ലെ? ബൈകാർപ്പലറി ആണ്. ആൻഡ് കണ്ടീഷൻ ഈസ് ഫ്യൂസ്ഡ്, സിൻകാർപ്പസ്. ബ്രാക്കറ്റിലാണ് കാണിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു കൊഹിഷൻ കാണിക്കുന്നത് ഇതുപോലെ മുകളിലെ കൂടെ ബ്രിഡ്ജ് വരച്ചിട്ടാണ്. അഡീഷൻ കാണിക്കുന്നത് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്, നമ്പർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ്. ഇനി ഇതിന്റെ പൊസിഷൻ ഹൈപ്പോഗൈനസ് ആണ്. ഗൈനീഷ്യ സുപ്പീരിയർ ആണെങ്കിൽ ഇത് ഇവിടെ താഴെ ഒരു വര വരക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോറൽ ഫോർമുല കൺസ്ട്രക്ട് ചെയ്യുന്നത് ഫാമിലിയുടെ. അപ്പൊ ഇത് നോക്കിയിട്ട് ഒന്നും കൂടി വായിക്കുക. They are bisexual, actinomorphic, calyx, sepals 5, gamosepalous, corolla, petals 5, gamopetalous, andrecium, stamens 5, monoadelphous, epipetalous. നോക്കുക, ആൻഡ്രീഷ്യം നമ്പർ ഓഫ്, നമ്മളെപ്പോഴും ഫോർമുല വായിക്കുമ്പോൾ ആദ്യം ക്യാരക്ടർ വായിക്കാം, ഫീച്ചർ പറയാം ആദ്യം. ഏതാണോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഫീച്ചർ. ആൻഡ്രീഷ്യം ആണെങ്കിൽ ആൻഡ്രീഷ്യത്തിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റേമൻ ആണ്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റേമൻ പറയാം, സ്റ്റേമൻസ് 5. പിന്നെ അതിന്റെ കണ്ടീഷൻ പറയാം. ഇവിടെ പറഞ്ഞത് 5 സ്റ്റേമൻ ഒരു ബണ്ടിലാണ്, മോണോ അഡൽഫസ്. ഇനി അത് ആരുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? കൊറോളയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള. അടുത്തത് ഗൈനീഷ്യം. ആദ്യം ഗൈനീഷ്യം, പിന്നെ നമ്പറിൽ പറയണ്ടേ? നമ്പർ ഓഫ് കാർപ്പൽ 2 ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് 2 കാർപ്പൽസ് എന്നല്ല പറയാ, ബൈകാർപ്പലറി. സിൻകാർപ്പസ്, ഹൈപ്പോഗൈനസ് അല്ലെങ്കിൽ സുപ്പീരിയർ ഓവറി, രണ്ടും പറയാം. ഹൈപ്പോഗൈനസ് എന്ന് പറയുന്നതാണ് കറക്റ്റ്, സുപ്പീരിയർ ഓവറി എന്നാണ് ടെക്സ്റ്റിനകത്തുള്ളത്. അപ്പോ ഗൈനീഷ്യം ബൈസെക്ഷൽ, ഗൈനീഷ്യം ബൈകാർപ്പലറി, സിൻകാർപ്പസ്, സുപ്പീരിയർ ഓവറി ഓർ ഹൈപ്പോഗൈനസ്. ഇപ്പൊ നമ്മൾ വായിച്ചു നോക്കുക. ബൈസെക്ഷൽ, ആക്ടിനോമോർഫിക്, കാലിക്സ്, സെപ്പൽസ് 5, ഗാമോസെപ്പാലസ്, കൊറോള, പെറ്റൽസ് 5, ഗാമോപെറ്റാലസ്, ആൻഡ്രീഷ്യം, സ്റ്റേമൻസ് 5, മോണോഡൽഫസ്, എപ്പിപെറ്റാലസ്, ഗൈനീഷ്യം, ബൈകാർപ്പലറി, സിൻകാർപ്പസ്, ഹൈപ്പോഗൈനസ്. ഇനി ഈ ക്യാരക്ടർ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഫ്ലോറൽ ഡയഗ്രാം വരക്കും. ഫ്ലോറൽ ഡയഗ്രാം. ഇപ്പൊ നമ്മൾ അടുത്ത പ്രോസസ് ആണ് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലോറൽ ഡയഗ്രാം. ഫ്ലോറൽ ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യം മദർ ആക്സിസ് റെപ്രസെന്റ് ചെയ്യണം. മദർ ആക്സിസ് കാണിക്കണം. ഇത് ഇവിടെ പോസ്റ്റീരിയർ സൈഡ്, ഇത് ആന്റീരിയർ സൈഡ്, 2 സൈഡ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ വരക്കേണ്ടത് 4 റൗണ്ട് കാണിക്കണം.
അപ്പോൾ അതെ നമ്മുടെ 4 വേർഡായിട്ടുണ്ട്. ഇത് ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, കൊറോള, കാലിക്സ്. അപ്പോൾ 4 പാർട്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ കാലിക്സ് ആണ്. കാലിക്സിന് 5 സെപ്പൽ ഉണ്ട്. ഓക്കെ, ഫാബേസിയിൽ മാത്രം നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാലിക്സ് ആന്റീരിയർ സൈഡിൽ നിന്നാണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസ്റ്റീരിയർ സൈഡിൽ നിന്നാണ്. ഇതിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിനെ 5 ആയിട്ട് കട്ട് ചെയ്യും. 1 2 3 4 5. അപ്പൊ 5 പാർട്ട് ഏകദേശം ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഏകദേശം ഈക്വൽ ആയിട്ടുള്ള 5 പാർട്ടായിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മളിതിനെ മാർക്ക് ചെയ്യാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സെപ്പൽസ് 5 ആയി. എസ്റ്റിമേഷൻ വാൽവേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചത്. ഫുൾ എസ്റ്റിമേഷൻ വാൽവേറ്റ് ആണ്, വാൽവേറ്റ് എസ്റ്റിമേഷൻ ആണ്. സെപ്പൽസ് ഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ഫ്യൂഷൻ കാണിക്കണ്ടേ? ഇതെങ്ങനെ ഫ്യൂഷൻ കാണിക്കണം? ഗ്യാമോ സെപ്പാലസ് ആണ് കണ്ടീഷൻ. സെപ്പൽസ് ഫ്യൂസ്ഡ്. അപ്പൊ നമ്മുടെ കാലിക്സിന്റെ ക്യാരക്ടറായി സെപ്പൽസ് 5, ഗ്യാമോ സെപ്പാലസ്, വാൽവേറ്റ് എസ്റ്റിമേഷൻ. ഇത് നമ്മൾ അടുത്ത് പറയേണ്ടത് കൊറോളയുടെ ക്യാരക്ടറാണ്. കൊറോളയുടെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ പെറ്റൽസ് 5. പെറ്റലിന്റെ പ്രത്യേകത ഇതിനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് വരണം ഇവിടെ, അല്ലേ? നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്നാണ്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാ, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഇവിടുന്ന് കട്ട് ചെയ്തപ്പോലെ ഈ സെന്ററിന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇതാ ഈ ഓരോ ആരോന്റെ പോയിന്റ് നോക്കിയാൽ മതി. ദേ ഇവിടെ, ദേ ഇവിടെ, ഇവിടെ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഏകദേശം ഓൾട്ടർനേറ്റീവ് ചെയ്തിട്ട് തന്നെ നമുക്ക് പാർട്സ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ പെറ്റൽസ് 5 പെറ്റലാണ്. 5 പെറ്റൽ. അപ്പൊ നമ്മൾ പെറ്റൽ കാണിക്കുന്നു. പെറ്റൽസ് 5, ഓക്കെ, 5 പെറ്റൽസ്. ഈ പെറ്റൽസ് തമ്മിൽ ഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഗ്യാമോ പെറ്റാലസ് ആണ് നമ്മൾ ഇതുപോലെ പെറ്റൽസ് കാണിക്കും, ഫ്യൂസ്ഡ് ആയിട്ട്. ഓക്കെ, പെറ്റൽസ് 5, ഗ്യാമോ പെറ്റാലസ്. പെറ്റൽസിന്റെ ക്യാരക്ടറായി. ഇനി അടുത്ത പാർട്ട് ആൻഡ്രീഷ്യമാണ്. ഈ ലെയറാണ് ആൻഡ്രീഷ്യത്തിന് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ്രീഷ്യം ഇത് നമ്മൾ ഇവിടുന്ന് വരച്ചത് കൊണ്ട് നമ്മൾ ഇനി ആൻഡ്രീഷ്യത്തിന് കാണിക്കേണ്ടത് ഇല്ലേ? ഇത് നമ്മൾ നേരത്തെ കാണിച്ചത് ഇങ്ങനെയാണ് കാണിച്ചത്. ഇപ്പൊ നമ്മൾ ഇനി ആൻഡ്രീഷ്യം കാണിക്കേണ്ടത് ഇവിടെയാണ്. ഇതിനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ഇതിന് നേരെ, അല്ലേ? ഇത് ഇപ്പൊ പാർട്സ് ഉള്ളത് ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഇനി കാണിക്കുന്നത് ഇവിടെയാണ്. ഓരോ പാർട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാർട്സ് ആയിട്ട് കാണിക്കേണ്ടത്. ആൻഡ്രീഷ്യം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതുപോലെ. ഓക്കെ, ആൻഡ്രീഷ്യം 1 ആയി. 2, 3, 4, 5. നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് നമ്പർ നോക്കുക. സ്റ്റേറ്റ്മെന്റ്സ് 5, മോണോഡൽഫസ്, എപ്പിപെറ്റാലസ്. എപ്പിപെറ്റാലസ് മീൻസ് ആൻഡ്രീഷ്യം അറ്റാച്ച്ഡ് വിത്ത് കൊറോള. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, ഇതാണ് കൊറോള. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് നമ്മൾ ഇതുപോലെ കാണിക്കും, അറ്റാച്ച്ഡ് വിത്ത് കൊറോള. ഓക്കെ, ഇതാണ് നമ്മുടെ എപ്പിപെറ്റാലസ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടർ ഒക്കെ ആയി.
Andrecium, number of stamens 5, monoadelphous, ഒറ്റ ബണ്ടിലാണ്, and they are attached with corolla, epipetalous condition. ഇനി പറയേണ്ടത് ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടർ ആണ്. ഗൈനീഷ്യം, ഇതാണ് ഗൈനീഷ്യം എന്ന് പറയുന്ന ലെയർ. ഗൈനീഷ്യത്തിന്റെ പ്രത്യേകത ബൈകാർപ്പലറി ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇതുപോലെ 2 ലെയർ കാണിക്കണം എപ്പോഴും. ഉള്ളിലത്തെ ലെയർ ആണ് നമ്മുടെ നമ്പർ ഓഫ് കാർപ്പൽസ്. ബൈകാർപ്പലറി ആണ്, അപ്പൊ 2 ആയിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യണം. കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ ഇതുപോലെ 2 വര വരച്ച് കാണിക്കണം. ഇതുപോലെ ഇതൊരു കാർപ്പല്, ഇത് മറ്റൊരു കാർപ്പല്. ഇപ്പൊ 2 ഇങ്ങനെ ഫ്രീ ആയില്ലേ. ഇതാണെങ്കിൽ ഫ്രീ ആണ്, അപ്പോകാർപ്പസ് ആണ്. ഇപ്പൊ നമ്മൾ കാണിക്കേണ്ടത് സിൻകാർപ്പസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഈ കാർപ്പലിനെ ഒറ്റ ലൈൻ കൊണ്ട് കട്ട് ചെയ്യും. അപ്പൊ ഇത് 2 കാർപ്പലാണ്, 2ഉം ഫ്യൂസ്ഡ് ആണ്. നേരത്തെ ഫ്രീ ആയിരുന്നു, ഇപ്പൊ ഈ 2 കാർപ്പലും ഫ്യൂസ്ഡ് ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സിൻകാർപ്പസ് കണ്ടീഷൻ. ഇനി ഇതിനകത്ത് കാണുന്നത് ഒവ്യൂൾസ് ആണ്, കുറെ ഒവ്യൂൾസ് ഉണ്ട്. അതിന്റെ പൊസിഷൻ ഹൈപ്പോഗൈനസ് ആണ്. നമുക്ക് ഫ്ലോറൽ ഡയഗ്രത്തിൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഫ്ലോറൽ ഡയഗ്രത്തിന്റെ ഡീമെറിറ്റ്. ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറൽ ഡയഗ്രത്തിൽ പറ്റില്ല. അതേപോലെ തന്നെ എസ്റ്റിവേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറൽ ഫോർമുലയിലും പറ്റില്ല. ഇതാണ് 2ന്റെയും ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടറായി ഗൈനീഷ്യം ബൈകാർപ്പലറി സിൻകാർപ്പസ് വിത്ത് മെനി ഒവ്യൂൾസ്. ഇത്രയാണ് നമ്മുടെ സോളനേസി എന്ന് പറയുന്ന ഫാമിലിയുടെ ഫ്ലോറൽ ഡയഗ്രം. അപ്പൊ ഇത് നോക്കിയിട്ട് പറയാം. ഏറ്റവും പുറത്ത് കാണുന്ന സെപ്പൽസ് ആണ്. കാലിക്സിന്റെ ക്യാരക്ടർ ആണ്. കാലിക്സിൽ 5 സെപ്പൽസ്, ഗാമോസെപ്പാലസ്, വാൽവേറ്റ്, എസ്റ്റിവേഷൻ. കൊറോളയുടെ ക്യാരക്ടർ നമ്മൾ പറയുന്നത് പെറ്റൽസ് 5 പെറ്റൽസ്, ഗാമോപെറ്റാലസ് ഫ്യൂസ്ഡ് ആണ്, എസ്റ്റിവേഷൻ വാൽവേറ്റ് ആണ്. അടുത്തത് ആൻഡ്രീഷ്യത്തിന്റെ ക്യാരക്ടർ ആണ്. ആൻഡ്രീഷ്യത്തിൽ നമ്പർ ഓഫ് സ്റ്റേമെൻസ് 5 ആണ്. ഒറ്റ ഗ്രൂപ്പാണ്, ഒറ്റ ലെയറിലാണ് കാണുന്നത്, ഒറ്റ ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മോണോ അഡൽഫസ് എന്ന് പറയും. ആൻഡ് ദേ ആർ അറ്റാച്ച്ഡ് വിത്ത് ക്രോള, ദാറ്റ് ഈസ് എപ്പിപെറ്റാലസ്. ഗൈനീഷ്യത്തിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് കാർപ്പൽസ് 2 ആണ്, ബൈകാർപ്പലറി എന്ന് പറയും. ദേ ആർ ഫ്യൂസ്ഡ്, ദാറ്റ് ഈസ് സിൻകാർപ്പസ്, ഹാവിംഗ് മെനി ഒവ്യൂൾസ്. ഇത്രയാണ് നമ്മുടെ ഫാമിലിയുടെ ഫ്ലോറൽ ഡയഗ്രത്തിന്റെ ക്യാരക്ടർ. അപ്പൊ നമുക്കിനി പറയേണ്ടത് സോളനേസി എന്ന് പറയുന്ന ഫാമിലിയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അല്ലെ. എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതിനകത്ത് വരുന്ന ഫാമിലിയുടെ ക്യാരക്ടർ ഓർത്താൽ തന്നെ നമുക്ക് ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി പറ്റും. എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്നറിയോ? നമ്മൾ പറഞ്ഞത് സോളനേസി എന്ന് പറയുന്ന ഫാമിലിനെ വിളിക്കുന്ന മറ്റൊരു പേര് പൊട്ടറ്റോ ഫാമിലി എന്നാണ് അല്ലെ. പൊട്ടറ്റോ എന്ന് പറയുന്നത് വെജിറ്റബിൾ ആണ്, അല്ലെങ്കിൽ ഫുഡാണ്. ഇപ്പോൾ ഗ്രൂപ്പിന്റെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് സം ആർ സോഴ്സ് ഓഫ് ഫുഡ്. ഫുഡായിട്ട് വരുന്ന മെമ്പേഴ്സ് ആണ് നമ്മുടെ പൊട്ടറ്റോ. ഫുഡ് അല്ലെങ്കിൽ വെജിറ്റബിൾ എന്ന് പറയും. അതേപോലെ തന്നെ ടൊമാറ്റോ, ഓക്കെ, ടൊമാറ്റോ, പൊട്ടറ്റോ, ടൊമാറ്റോ ഒക്കെയാണ് നമ്മുടെ ഫുഡായിട്ട് വരുന്ന മെമ്പറിന് എക്സാമ്പിൾ. അതേപോലെ നമ്മൾ പറഞ്ഞത് നമ്മൾ മറ്റൊരു പേര് കൂടിയുണ്ട്, ദേ ആർ കോൾഡ് ചില്ലി ഫാമിലി. അങ്ങനെയാണെങ്കിൽ ചില്ലിയുടെ പ്രത്യേകത സ്പൈസ് ആണ്. അപ്പൊ സം ആർ സോഴ്സ് ഓഫ് സ്പൈസ്. എക്സാമ്പിൾ ചില്ലി. ഓക്കെ. ഇനി മറ്റൊരു പ്രത്യേകത സം ആർ സോഴ്സ് ഓഫ് മെഡിസിൻ. നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, സം ആർ ഫുഡ്, സം ആർ മെഡിസിൻ. മെഡിസിൻ എക്സാമ്പിൾ ആണ് അശ്വഗന്ധ. അതേപോലെ തന്നെ ബെലഡോണ. ഇതൊക്കെയാണ് മെഡിസിൻ ആയിട്ട് വരുന്ന പ്ലാന്റ്. അപ്പൊ ഫുഡാണ്, സ്പൈസ് ആണ്, മെഡിസിൻ ആണ്, അതേപോലെ ഫ്യൂമിഗേറ്ററി ആണ്. നമ്മുടെ പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ഫ്യൂമിഗേറ്റർ മീൻസ് പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് നമ്മുടെ ടൊബാക്കോ, പുകയില അല്ലെ. പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത് പുകയില, ടൊബാക്കോ. ഈ മെമ്പറിന്റെ പേര് മറക്കാതിരിക്കുക. ഫ്യൂമിഗേറ്ററി ആയിട്ടുള്ള മെമ്പർ ആണ് എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഫ്യൂമിഗേറ്ററി ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ടൊബാക്കോ. ഇനി ചില ആൾക്കാർ ഓർണമെന്റൽ ആണ്. ഓർണമെന്റൽ ആണ് ചില മെമ്പേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് ഇക്സോറ.
നമ്മുടെ ചെത്തി എന്ന് പറയുന്ന പ്ലാന്റ്. ചെത്തി ഓർണമെന്റൽ പ്ലാന്റ്സ് ആണ്. അതേപോലെ ഓക്കെ, ഓർണമെന്റൽ ആയിട്ട് ഇക്സോറ ഓർത്തു വെക്കുക. ഇത്രയാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഓക്കെ, ഓർണമെന്റൽ പ്ലാന്റ്, ഓർണമെന്റൽ പ്ലാന്റിന് എക്സാമ്പിൾ ആണ്. ഓർണമെന്റൽ പ്ലാന്റ്സിന് എക്സാമ്പിൾ ഇക്സോറ. ടെക്സ്റ്റിനകത്ത് പറയുന്നത് പെറ്റൂണിയ എന്ന് പറയുന്ന പ്ലാന്റ്, പെറ്റൂണിയ. ഇത്രയാണ് ഗ്രൂപ്പിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഒന്നുകൂടി പറയാം. Some are source of food or some are vegetables. Example, potato, tomato. Some are spice. Example, chili. Some are source of medicine. Example, belladonna and ashwagandha. Some are fumigatory. Example, tobacco. Some are ornamental. Example, ixora, petunia. ഇത്രയും പ്ലാന്റിന്റെ പേര്. ഇവിടെ നമ്മൾ നോക്കുക മക്കളെ, ഫുഡ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ഓർണമെന്റൽ ഉണ്ട്. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ ഫാമിലിയിലുണ്ട്, ഫുഡ് ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ഓർണമെന്റൽ ഉണ്ട്, അല്ലേ? അപ്പൊ എല്ലാത്തിനെയും എക്സാമ്പിൾ മാത്രം പഠിച്ച് വെക്കുക. എക്കണോമിക് ഇമ്പോർട്ടൻസ് വെച്ചാൽ മാർക്ക് ഒരു തരത്തിലും പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ നമ്മുടെ ഫാമിലിയുടെ ക്യാരക്ടർ കഴിഞ്ഞു. അപ്പൊ ഫാമിലിയുടെ ഫ്ലോറൽ ക്യാരക്ടർ മാത്രം ഓർത്ത് വെച്ചോ. അതിന്റെ ഫ്ലോറൽ ഫോർമുല മാത്രം ഓർത്ത് വെച്ചാൽ നമുക്ക് ക്യാരക്ടർ പറയാൻ വേണ്ടി പറ്റും. Floral formula ഓർക്കുക. ബൈസെക്ഷുവൽ, actinomorphic, calyx, sepals 5, gamosepalous, corolla, petals 5, gamopetalous, andrecium, stamens 5, monodelphous, epipetalous, gynoecium, bicarpellary, syncarpus, hypogynous. ഇത്രയാണ് ഫാമിലിയുടെ ക്യാരക്ടർ.